എന്താണ് ഡയാസ്റ്റാറ്റിസ് റെക്റ്റ്? ഈ നമ്മുടെ പ്രസവശേഷം 68% സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു വയറിങ്ങനെ ചുങ്ങാണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡയാസ്റ്റാറ്റിസ് റെക്റ്റ്. ഇതെങ്ങനെ, എന്താണ് ആദ്യം ഈ ഡയാസ്റ്റാറ്റിസ് റെക്റ്റ്, ഇതെങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് പ്രസവ സമയത്ത് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മുടെ റെക്ടസ് അബ്ഡോമിനൽ മസിൽസ് ഇങ്ങനെ വികസിക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ഗർഭപാത്രം വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഒക്കെ ഇങ്ങനെ വികസിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഫോം ആവാൻ തുടങ്ങും. ഇത് നമ്മുടെ പ്രസവശേഷം ഒരു 6-8 ആഴ്ചകൾക്കുള്ളിൽ ചുങ്ങേണ്ടതാണ്, നോർമൽ ചുരുങ്ങേണ്ടതാണ്. അങ്ങനെ ചുരുങ്ങാണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ പറയുന്നതാണ് ഈ ഡയാസ്റ്റാറ്റിസ് റെക്റ്റ്. നമുക്ക് മനസ്സിലായിണ്ടാവും. ഈ മസിൽസ് നമ്മുടെ ഗർഭപാത്രം വികസിക്കുമ്പോൾ ഈ മസിൽസിനും ഒരു ഗ്യാപ്പ് വരാൻ തുടങ്ങും. വികസനം കൂടുന്തോറും അതിന് ഗ്യാപ്പ് വരാൻ തുടങ്ങും. പ്രസവശേഷം അത് ചുരുങ്ങിയിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡയാസ്റ്റാറ്റിസ് റെക്റ്റ്. ഇനി ഇതെങ്ങനെ നമുക്കൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം, അതാണ് പറയാൻ പോണത്. നമ്മൾ ആദ്യം മലന്ന് കിടന്നതിന് ശേഷം, ഞാനിവിടെ ഒരു പിക്ചർ കാണിക്കാം. അങ്ങനെ കിടന്നതിന് ശേഷം നമ്മുടെ കാലിൻ്റെ മുട്ടൊക്കെ മടക്കി വെച്ച് നമ്മുടെ ഈ 2 വിരലെടുത്ത് നമ്മുടെ പൊക്കിളിൻ്റെ മേളിൽ ഇങ്ങനെ തൊട്ട് നോക്കാം. തൊട്ടിട്ട് നമ്മൾ ശ്വാസം ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ പൊക്കിളിൻ്റെ 2 ഇഞ്ച് താഴെയും തൊട്ട് നോക്കാം. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. അത് നമ്മുടെ ഈ 2 വിരലിനേക്കാളും വീതിയിലാണ് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയാസ്റ്റാറ്റിസ് റെക്റ്റ് ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 2 വിരലിനേക്കാളും വീതി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയാസ്റ്റാറ്റിസ് റെക്റ്റ് ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഡയാസ്റ്റാറ്റിസ് റെക്റ്റ് ഉള്ളവർക്ക് ചെയ്യാൻ പാടുന്ന കാര്യങ്ങളും എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണ് ഇനി നമ്മൾ പറയാൻ പോകണം. അതായത് നോർമൽ എല്ലാവരും ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു റിക്കവറി ജേണി ഉണ്ടാവും. ഈ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ഒരു സമയം ഉണ്ടാവും. അപ്പം നമ്മളെല്ലാവരും ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിൽ കറക്റ്റ് 45 ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു രീതി ഉണ്ടാവും. അപ്പം നമ്മളത് കൺസൾട്ടേഷന് ശേഷം നമ്മൾ നമ്മുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അവർക്ക് ഡയാസ്റ്റാറ്റിസ് റെക്റ്റ് ഉള്ളവരാണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യേണ്ട എക്സസൈസ് എന്തെല്ലാം രീതിയിലുള്ള എക്സസൈസാണ് അവർ ഒഴിവാക്കേണ്ടത്. പിന്നെ നമ്മുടെ ഡെയിലി വർക്കിൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ണീനെ എപ്പോഴും എടുക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഉണ്ണീനെ എടുക്കേണ്ട രീതിയിലൊക്കെ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോണത്. ഡയാസ്റ്റാറ്റിസ് റെക്റ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസാണ് ക്രഞ്ചസ്, ലെഗിൻ്റെ ട്വിസ്റ്റസ്, അതുപോലെ തന്നെ മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു എക്സസൈസും അവർ ചെയ്യാൻ പാടില്ല. ഞാനിവിടെ പിക്ചേഴ്സ് കൊടുക്കാട്ടോ. ഒരു എക്സസൈസ് അവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉള്ള എക്സസൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഹെർണിയ പോലുള്ള രോഗങ്ങൾക്ക് അത് ഇടവരുത്തും. അപ്പോൾ നമ്മളെല്ലാം സാധാരണക്കാരാണ്. നമ്മുടെ എല്ലാം ഒരു മൈൻഡിലിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, പഴയ പോലെ ഒന്ന് ആവണം. എനിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ ചിന്താഗതി, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഇടയ്ക്ക് വന്ന കുറച്ച് മെസ്സേജസാണ് ഞാനിന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം അവർക്ക് 1 വർഷമൊക്കെ ആയി, അവരുടെ വെയിറ്റ് എല്ലാം കുറഞ്ഞു, പക്ഷെ അവരുടെ വയറ് ഇപ്പോഴും കുറയണില്ല. ഇതെൻ്റെ ഡയാസ്റ്റാറ്റിസ് റെക്റ്റ് ആണോ എന്ന് അവർക്ക് അറിയണില്ല. അപ്പോൾ ആ കുട്ടി ഈ വീഡിയോ ഒന്ന് കാണണം. അപ്പോൾ അവരുടെ ഒരു മെസ്സേജാണ് എന്നെ ഇതൊന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള കാരണം കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് തന്നെ. എന്താണ് ഡയാസ്റ്റാറ്റിസ് റെക്റ്റ്, അവർ ഇന്ന എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കാരണം അതെല്ലാം നമ്മൾ ഹെർണിയ പോലുള്ള രോഗങ്ങൾക്കൊക്കെ കാരണം. ഇനി നമ്മൾ ഉണ്ണികളെ എടുക്കുമ്പോഴെല്ലാം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് നമ്മുടെ ഡെയിലി റൊട്ടീൻസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും. ഇതിൽ കാണുന്ന പോലെ ഫസ്റ്റ് നമ്പർ ഇട്ടതിൽ ഉണ്ണീനെ എടുക്കണ പോലെ വേണം നമ്മൾ ഉണ്ണീനെ എടുക്കാൻ. കാരണം അങ്ങനെ മുട്ട് മടക്കിയതിന് ശേഷം ഉണ്ണീനെ എടുക്കുക. അല്ലാണ്ട് നിവർന്ന് നിന്നുകൊണ്ട് താഴെ കിടക്കുന്ന ഉണ്ണികളെ നമ്മുടെ നട്ടലിൽ വളച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചെടുക്കരുത്. അത് നമ്മുടെ ഗ്യാപ്പ് പിന്നെയും കൂട്ടാനാണ് ഇടവരുത്തുള്ളൂ. ഈ എക്സസൈസാണ് കോർ ഐസോമാട്രസ്. അതായത് നമ്മളൊരു ബെഡിൽ കിടന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. കാലിങ്ങനെ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് വയറിങ്ങനെ ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് വലിച്ച് പിടിച്ചതിന് ശേഷം കായ കൊണ്ട് നമ്മുടെ മുട്ടുമ്മ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ട്രെങ്ത്തിൽ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് പിടിച്ച് നിൽക്കുക ഒരു 10 സെക്കൻഡ്, എന്നിട്ട് താത്തുക. അതിനുശേഷം പിന്നെ ടോയ് ടാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസാണ്. കാലിങ്ങനെ 90 ഡിഗ്രിയിൽ പൊന്തിച്ചതിന് ശേഷം ഒരു കാല് താത്ത, എന്നിട്ടൊന്ന് പൊന്തിക്കുക, അടുത്ത കാല് താത്ത. വളരെ സ്ലോവിൽ ചെയ്താൽ മതി. അതങ്ങനെ ഒരു 20 തവണ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒരു 20 തവണയൊക്കെ
ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ വയറ് ഉള്ളിലേക്ക്, ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ പറ്റാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണി ഇങ്ങനെ വലിച്ച് പിടിക്കുക. നമ്മൾ ഈ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാനായിട്ട് പകരം നമ്മുടെ വയറുമേ ഒരു തുണി ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം കാല് 90 ഡിഗ്രിയിൽ പൊന്തിച്ച് പിടിച്ച് ടോയ് ടാപ്സ് ചെയ്യുക. അങ്ങനെ കാല് പൊന്തിക്കുക, താത്ത, പൊന്തിക്കുക, താത്ത. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 20 തവണയൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 20 തവണയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരു പിലോ സപ്പോർട്ടിന് വെച്ചിട്ട് വേണം മാത്രം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പോസ്ചർ. അല്ലാണ്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഒരിക്കലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ല. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഞാൻ സാധാരണ ഒരു ഹ്യൂമൻ ബീനാണ്. അപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ ചിന്താഗതി അങ്ങനെയാണ്. നമുക്ക് സൂപ്പർ ഹ്യൂമൻസ് ഒന്നല്ലല്ലോ. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും, കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഗ്രോ അപ്പ് ആയിട്ട് വരുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി ഉപകരിച്ചെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.